TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 1908 GH ഹാർഡിയും W വെയിൻബർഗ് എന്നീ രണ്ട് സയൻറ്റിസ്റ്റുമാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത പ്രിൻസിപ്പിളാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർ പ്രപ്പോസ് ചെയ്ത ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരു എവല്യൂഷൻ നടക്കാത്ത ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ്റെ ജനറ്റിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അതിനെ അവർ നോൺ ഇവോൾവിങ് പോപ്പുലേഷൻ എന്നാണ് വിളിച്ചത്. എവല്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എവല്യൂഷണറി ഫോഴ്സസ് ഉണ്ട്. ആ എവല്യൂഷണറി ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യാത്ത ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ്റെ ജനറ്റിക് സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അവർ ഈ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിലൂടെ പ്രപ്പോസ് ചെയ്തത്. ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് എ നോൺ ഇവോൾവിംഗ് പോപ്പുലേഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഹാർഡി വെയിൻബർഗ് law proposed by GH ഹാർഡി and W വെയിൻബർഗ് independently in 1908. The principle states that in a large population, the gene frequencies of various kinds of genes remain constant generation after generation. ഒരു വലിയ പോപ്പുലേഷനിൽ ആ പോപ്പുലേഷനിലെ ജീനുകളുടെ ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ദാറ്റ് ഈസ് ദ ജീൻ പൂൾ റിമൈൻസ് എ കോൺസ്റ്റൻറ്റ്. എന്താണ് ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ? ജീൻ പൂൾ ഈസ് ദ ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അലിൽസ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലുള്ള ആകെ ഉള്ള ജീനുകൾ എണ്ണം, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അലിൽസ് ഏതൊക്കെയാണ്, അപ്പം അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് ജീൻ പൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പോപ്പുലേഷനിൽ ജീൻ ഫ്രീക്വൻസി സെയിമായിരിക്കുന്നതിനെയാണ് ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ കാണുമ്പോഴത്തേക്കും അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ജീൻ പൂൾ നോക്കാം. ഈ പിക്ചറിൽ രണ്ട് കളറിലുള്ള റോസ് ഫ്ലവേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. റെഡ് ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറിലുള്ള റോസ് ഫ്ലവേഴ്സും ഉണ്ട്. മൊത്തം ഒരു 20 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. ഈച്ച് ഫ്ലവർ ഈസ് എ ജീൻ പൂൾ. ഓരോ ഫ്ലവറിനും അതിൻ്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നതിലാകട്ടെ മറ്റു സവിശേഷതകളിലാകട്ടെ കുറേ ജീനുകളുണ്ട്. ആ ജീനുകളുടെ കൂട്ടത്തിനെയാണ് ജീൻ പൂൾ എന്ന് വിളിക്കുന്നത്. ആ ജീനുകളുടെ ആകെ തുക, റെഡ് ഫ്ലവറിൻ്റെയും പിങ്ക് ഫ്ലവറിൻ്റെയും ജീനുകളുടെ ആകെ തുക, അതിൻ്റെ ടോട്ടാലിറ്റി ഈസ് ദ ജീൻ പൂൾ ഓഫ് ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ ജീൻ പൂൾ എന്ന് പറയുന്നത് ആ പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാ ജീനുകളുടെ ആകെ തുകയെയാണ് അതിൻ്റെ ജീൻ പൂൾ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്കറിയാം, ജീനുകൾ രണ്ട് ടൈപ്പ് അലിൽസ് ഉണ്ടെന്നറിയാം നമുക്ക്. ഡോമിനൻ്റ് അലിലും ഉണ്ട്, റിസസീവ് അലിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസൻസും ആബ്സെൻസും അനുസരിച്ച് നമുക്ക് ഇൻഡിവിജ്വൽസ് 3 രീതിയിൽ വരാറുണ്ട്. ഹോമോസൈഗസ് ഡോമിനൻ്റ് ഉണ്ട്, ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് ഉണ്ട്, ഹോമോസൈഗസ് റിസസീവ് ഉണ്ട്. 2 ഡോമിനൻ്റ് അലിൽ ഇവിടെ റെഡ് കളറിനെ സൂചിപ്പിക്കുവാനായിട്ട് എ എന്നൊരു ലെറ്റർ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ 2 എ ദാറ്റ് മീൻസ് രണ്ടും ഡോമിനൻ്റ് അലിലാണ്. ഇപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് അലിൽ. ഇപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് റെഡ് ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സിന് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സിനെയും കാണിച്ചിട്ടുണ്ട്. ഹെറ്ററോസൈഗസ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഒരു ഡോമിനൻ്റ് അലിലും ഉണ്ടാകും, ഒരു റിസസീവ് അലിലും ഉണ്ടാകും. അപ്പോൾ ഡോമിനൻറ്റിനെ ക്യാപിറ്റൽ ലെറ്ററിലും
റിസസീവിനെ സ്മാൾ ലെറ്ററിലും സൂചിപ്പിച്ചിരിക്കുന്നു. ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് റെഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഇനി പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ട്. 4 പിങ്ക് ഫ്ലവേഴ്സിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റേഴ്സിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്മാൾ എ, ദാറ്റ് ഈസ് ഹോമോസൈഗസ് റിസസീവ് ആണ്. ഇപ്പോൾ ഹോമോസൈഗസ് റിസസീവ് ആയിട്ടുള്ള പിങ്ക് ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഈ പറഞ്ഞതുപോലെ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ട് ഒരു 10 ഇൻഡിവിജ്വൽസും ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് ആയിട്ട് ഒരു 6 ഇൻഡിവിജ്വൽസും ഹോമോസൈഗസ് റിസസീവ് ആയിട്ട് ഒരു 4 ഇൻഡിവിജ്വൽസും ഉണ്ട് എന്ന് കരുതുക. ഇപ്പോൾ ടോട്ടൽ ഈ ഒരു പോപ്പുലേഷനിൽ 20 ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഈ 20 ഇൻഡിവിജ്വൽസിൻ്റെയും ജീനുകളുടെ ആകെ തുകയെയാണ് ജീൻ പൂൾ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ എന്താണ് അവർ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇഫ് ദെയർ ആർ ഓൺലി 2 അലീൽസ് ഫോർ എ ട്രേറ്റ് ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിൽ 2 അലീൽസാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു ഡോമിനൻ്റ് അലിലും ഒരു റിസസീവ് അലിലും ആണ് ഉള്ളതെങ്കിൽ അവയുടെ ഫ്രീക്വൻസി ഓഫ് ഡോമിനൻ്റ് അലിലിനെ പി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഫ്രീക്വൻസി ഓഫ് റിസസീവ് അലിലിനെ ക്യൂ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ റെഡ് ആണ് ഡോമിനൻ്റ്, പിങ്ക് ആണ് റിസസീവ്. ഈ 2 അലിൽസിൻ്റെയും ഫ്രീക്വൻസി നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പി പ്ലസ് ക്യൂ, ഡോമിനൻ്റ് അലിലിൻ്റെ ഫ്രീക്വൻസി പ്ലസ് റിസസീവ് അലിലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. എങ്ങനെയാണിത് വരുന്നതെന്ന് നോക്കാം. പടത്തിലേക്ക് ശ്രദ്ധിക്കൂ. ഹോമോസൈഗസ് ഡോമിനൻ്റ് റെഡ് എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട്? 10 ഇൻഡിവിജ്വൽസ് ഉണ്ട്. 10 ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് 6 ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഹോമോസൈഗസ് റിസസീവ് 4 ഇൻഡിവിജ്വൽസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 20 ഇൻഡിവിജ്വൽസിലുണ്ട്. 20 ഇൻഡിവിജ്വൽസിലും കൂടെ ഉള്ള അലിൽസിൻ്റെ എണ്ണം, ക്യാപിറ്റൽ എയുടെയും സ്മാൾ എയുടെയും എണ്ണം, ഒരു ഇൻഡിവിജ്വലിൽ 2 അലിൽ. സോ 20 ഇൻഡിവിജ്വലിൽ ടോട്ടൽ എത്ര അലിലുണ്ടാകും? 40 അലിൽസ് ഉണ്ടാകും. അതിൽ ഡോമിനൻ്റ് അലിൽ എത്രയാണ്? ഇവിടെ 10 ഇൻഡിവിജ്വൽസ് ഉണ്ട്. 10 ഇൻഡിവിജ്വൽസിൽ 20 എണ്ണം ഉണ്ട് ക്യാപിറ്റൽ എ. ഇവിടെ 6 എണ്ണം ഉണ്ട്. ഇതിൽ ക്യാപിറ്റൽ എ 6 എണ്ണം ഉണ്ട്. സോ 20 + 6 26 ഡോമിനൻ്റ് അലിൽ എ ഉണ്ട്. ഇനി റിസസീവ് അലിൽ സ്മാൾ എയുടെ കാര്യത്തിലോ ഇവിടെ 4 ഇൻഡിവിജ്വൽസ് ആണുള്ളത്. പിങ്ക് ഫ്ലവേഴ്സ് 4 ഇൻഡിവിജ്വൽസിലും കൂടെ 8 അലിൽസ് ഉണ്ട്. ഇവിടെ 6 ഇൻഡിവിജ്വൽസ് ഉണ്ട്. 6 ഇൻഡിവിജ്വൽസിലും കൂടെ റിസസീവ് അലിൽ 6 എണ്ണം ഉണ്ട്. സോ 8 + 6 14 അലിൽസ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അലിൽസ് ക്യാപിറ്റൽ എ ആൻഡ് സ്മാൾ എ ഇസ് ഈക്വൽ ടു 40. അതിൽ ക്യാപിറ്റൽ എ 26 ആണ്, സ്മാൾ എ 14 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഫ്രീക്വൻസി കണ്ടെത്താമല്ലോ. ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ നമ്മളതിനെ പി എന്ന ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുന്നു. മൊത്തമുള്ള അലിൽ എത്രയാണ്? 40. 40ൽ എത്രയാണ് ക്യാപിറ്റൽ എ? 26. സോ 26/40 is equal to 0.65. ഇപ്പോൾ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ അല്ലെങ്കിൽ പി ജീൻ എന്ന് പറയുന്നത് 0.65 ആണ്. ഇനി ഫ്രീക്വൻസി ഓഫ് സ്മാൾ എ കണ്ടെത്താൻ നോക്കൂ. സ്മാൾ എയെ ഏത് ലെറ്ററിൽ ഡിനോട്ട് ചെയ്യുന്നു? ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. റിസസീവ് അലിലിനെ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ എത്ര സ്മാൾ എ അലിലാണുള്ളത്? 14 ആണ് നമ്പേഴ്സ്. മൊത്തം എത്ര അലിൽസ് ആണ്? 40. അപ്പോൾ 14/40 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അലീലിക് ഫ്രീക്വൻസി പി പ്ലസ് ക്യൂ എത്രയായിരിക്കും? 0.65 + 0.35 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതാണ് പറയുന്നത് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിൽ അവർ പ്രപ്പോസ് ചെയ്തതാണ്. ഒരു ഡോമിനൻ്റ് അലിലും ഒരു റിസസീവ് അലിലുമാണ് ഒരു പോപ്പുലേഷനിലുള്ളതെങ്കിൽ
അതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. In a population, the sum total of all the allelic frequency is 1. Individual frequencies, for example, can be named P, Q, etc. In a diploid, P and Q represents the frequency of allele capital A and allele small a. That is, P plus Q is equal to 1. ഇനി ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്ന മറ്റൊരു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഈ അലീലിക് ഫ്രീക്വൻസിയെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതായത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനൻ്റ് ജീനോടൈപ്പ്, അതിനെയാണ് നമ്മൾ പി എന്ന ലെറ്ററിൽ ഡിനോട്ട് ചെയ്തത്. ഫ്രീക്വൻസി ഓഫ് ഹെറ്ററോസൈഗസ് ജീനോടൈപ്പ്, അതിനെയാണ് നമ്മൾ പി ക്യു എന്ന് ഡിനോട്ട് ചെയ്തത്. ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റിസസീവ് ജീനോടൈപ്പ്, അതിനെയാണ് നമ്മൾ ക്യു എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പാൻഷനാണ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. ഇവിടെ നമ്മൾ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 നമ്മൾ കണ്ടെത്തിയതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹോമോസൈഗസ് ഡോമിനൻ്റ് അലിലിൻ്റെ മാത്രം ഫ്രീക്വൻസി നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. എത്രയാണ് ഇത്രയും ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ കണ്ടെത്താം. മൊത്തം 20 ഇൻഡിവിജ്വൽസ് ഉള്ളതിൽ 10 എണ്ണമാണ് ഹോമോസൈഗസ് ഡോമിനൻ്റ് എങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 10/20, ദാറ്റ് ഈസ് 0.5. ഇനി അതുപോലെ ഫ്രീക്വൻസി ഓഫ് ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് അലിനെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ സ്മോൾ എ. അപ്പോൾ ഇതിൽ എത്രയാണ് ഉള്ളത്? മൊത്തം 20 ഇൻഡിവിജ്വൽസ് ഉള്ളതിൽ 6 എണ്ണമാണ് ഈ രീതിയിൽ ഹെറ്ററോസൈഗസ് ആയിട്ട് വരുന്നത്. സോ 6/20, ദാറ്റ് ഈസ് 0.3. ഇനി അതുപോലെ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റിസസീവ് അലിനെ കണ്ടെത്താം. എത്രയാണുള്ളത്? മൊത്തം 20 ഉള്ളതിൽ 4 ആണ്. സോ 4/20 ഈസ് ഈക്വൽ ടു 0.2. അപ്പോൾ ദാറ്റ് ഈസ് 0.5 പ്ലസ് 0.3 പ്ലസ് 0.2. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 വരുന്നതെന്ന് നോക്കാം. പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിയുടെ ഫ്രീക്വൻസി. പിയുടെ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ കണ്ടു, ദാറ്റ് ഈസ് 0.65. അപ്പോൾ 0.65ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 0.4225. ഇനി 2pq എന്ന് പറയുന്നത് 2 ഇൻറ്റു പിയുടെ വാല്യൂ 0.65, ക്യൂവിൻ്റെ വാല്യൂ 0.35. സോ 2pq ഇസ് ഈക്വൽ ടു 0.455. ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് അറിയാം, ഇവിടെ 0.35. 0.35ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.1225. പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 0.4225 പ്ലസ് 0.455 പ്ലസ് 0.1225 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ രീതിയിലായാലും പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. അതുപോലെ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. The frequency of AA individual in a population is simply p square. Similarly, of AA is q square, of A capital A small a 2pq. Hence, p square plus 2pq plus q square is equal to 1. Frequency of capital A മനസ്സിലാക്കി, അതിനെ p square എന്ന് ഡിനോട്ട് ചെയ്യുന്നു. Frequency of small a അതിനെ എന്ത് ഡിനോട്ട് ചെയ്യുന്നു? q square എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ സ്മാൾ എ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? 2pq. ഹെൻസ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് എന്തിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ്? പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയറിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ്. ഈ രീതിയിലുള്ള ഒരു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പളിലൂടെ അവർ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ജീൻ ഫ്രീക്വൻസി, ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ജീൻ ഫ്രീക്വൻസിയെ നമുക്ക് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ 1 ആണ് എന്ന് വിചാരിക്കുക.
അതിൽ ഡീവിയേഷൻസ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ? ഡീവിയേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോപ്പുലേഷനിൽ എവല്യൂഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിൽ അവർ പറഞ്ഞത് നോൺ ഇവോൾവിംഗ് പോപ്പുലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് എവല്യൂഷണറി ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യാത്ത പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിലാണ് P+Q=1 ആകുന്നത്. അപ്പോൾ ആക്ച്വൽ പോപ്പുലേഷനിൽ ഒരിക്കലും P+Q=1 വരില്ല. അവിടെ എന്തുണ്ടാകും? തീർച്ചയായിട്ടും വാല്യൂസിന് വ്യത്യാസം ഉണ്ടാകും. ഈ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസിൻ്റെ വാല്യൂ വ്യത്യാസം വരാം, ഹോമോസൈഗസ് ഡോമിനൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസം വരാം, റിസസീവ് ഇൻഡിവിജ്വൽസിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ കാണുന്നുവെങ്കിൽ ദാറ്റ് മീൻസ് ആ പോപ്പുലേഷനിൽ എവല്യൂഷൻ നടക്കുന്നുണ്ട്, എവല്യൂഷണറി ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും തന്നെ രണ്ടെണ്ണത്തിൻ്റെ വാല്യൂ തന്നിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മൂന്നാമത്തതിൻ്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഹോമോസൈഗസ് ഒരു പോപ്പുലേഷനിൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം തന്നിരിക്കുന്നു, ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം തന്നിരുന്നാൽ നമുക്കറിയാം, ഇത് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എത്രയാണ് ഹോമോസൈഗസ് റിസസീവ് ഇൻഡിവിജ്വൽസ് അതിലുള്ളത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ ഹോമോസൈഗസ് ഡോമിനൻറ്റിൻ്റെ വാല്യൂയും അതുപോലെ ഹോമോസൈഗസ് റിസസീവിൻ്റെ വാല്യൂവും തന്നിരുന്നാൽ അവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആ വാല്യൂവിൽ 1 എന്ന വാല്യൂവിൽ നിന്നും എത്രത്തോളം ആക്ച്വൽ വാല്യൂ ഡിഫർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് ആ പോപ്പുലേഷനിൽ എത്ര എക്സ്റ്റെൻഡിൽ എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. When frequency measured differs from expected values, the difference indicates the extent of evolutionary change. ആ വാല്യൂവിൽ കിട്ടുന്ന ഡിഫറൻസ് ആണ് 1 എന്നുള്ള വാല്യൂവിൽ നിന്നും എത്രത്തോളം അത് കൂടുകയോ കുറയുകയോ ചെയ്തിരിക്കുന്നു എന്നതനുസരിച്ച് എത്രത്തോളം ആ ഒരു ജീനിന് ആ പോപ്പുലേഷനിൽ എവല്യൂഷൻ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. The change of frequency of alleles in a population would then be due to evolution. അപ്പോൾ എവല്യൂഷൻ കാരണമാണ് ആ ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലെ അപ്സെറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എവല്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. സെക്കൻഡ് വൺ, ജനറ്റിക് ഡ്രിഫ്റ്റ്. തേർഡ് വൺ, മ്യൂട്ടേഷൻ. ഫോർത്ത് വൺ, ജനറ്റിക് റീകോമ്പിനേഷൻ. ഫിഫ്ത്ത് വൺ, നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഈ ഒരു 5 ഫാക്ടേഴ്സ് ഇവരെയാണ് നമ്മൾ സാധാരണ എവല്യൂഷണറി ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. എവല്യൂഷണറി ഫോഴ്സസ്. ഈ ഒരു ഫോഴ്സ് ഒരു പോപ്പുലേഷനിലുണ്ടെങ്കിൽ അവിടെ എവല്യൂഷൻ നടക്കും. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഇനി ഇതിൻ്റെ ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റിൽ ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. When migration of a section of population to another place and population occurs, gene frequencies change in the original as well as in the new population. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. ബേർഡ്സൊക്കെ, മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ കുറിച്ചൊക്കെ, ദേശാടന കിളികളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പം അതുപോലെ ഒരു പോപ്പുലേഷനിൽ നിന്നും കുറേ ഇൻഡിവിജ്വൽസ് മറ്റൊരു പോപ്പുലേഷനിലേക്ക് നീങ്ങുക. അപ്പം അങ്ങനെ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ജീൻ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ്റെ ജീൻ ഫ്രീക്വൻസി ഇത് ചെന്ന് ചേരുന്ന പോപ്പുലേഷൻ്റെ ജീൻ ഫ്രീക്വൻസിയിലും അത് വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളറിൽ കാണുന്ന ഈ ബീറ്റിൽ അത് മറ്റൊരു പോപ്പുലേഷനിലേക്ക് നീങ്ങുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഐലൻഡിൽ നിന്നും മറ്റൊരു ഐലൻഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ഐലൻഡിൽ ഉണ്ടായിരുന്ന അതിൻ്റെ കളറാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ചെന്ന്
മൂവ് ചെയ്ത സ്ഥലത്തെ ഐലൻഡിൽ ആദ്യം ഉണ്ടായിരുന്ന പോപ്പുലേഷൻ്റെ കളറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ നോക്കൂ, ഈ കാണിച്ചിരിക്കുന്ന ഈ ബ്രൗൺ കളറിലുള്ള ബീറ്റിൽ നേരത്തെ ആ പോപ്പുലേഷനിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ജീൻ, ബ്രൗൺ കളർ എന്ന ക്യാരക്ടറിന് കാരണമായിട്ടുള്ള ഒരു ജീന് ഈ പോപ്പുലേഷനിലേക്ക് എത്തുകയാണ്. അതിനെയാണ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. When migration of a section of population to another place and population occurs, gene frequencies change in the original as well as in the new population. അപ്പോൾ ജീൻ ഫ്രീക്വൻസി ഇവിടെയും മാറ്റം ഉണ്ടാകും, അതുപോലെ ഇത് ചെന്ന് കയറുന്ന സ്ഥലത്തും മാറ്റം ഉണ്ടാക്കും. New genes or alleles are added to the new population and these are lost from the old population. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ന്യൂ ജീൻസ് ഓർ അലീൽസ്, ഈ ക്യാരക്ടറിന് ബ്രൗൺ കളറിന് ക്യാരക്ടറുമായിട്ടുള്ള ജീൻ ഈ പോപ്പുലേഷനിൽ നേരത്തെ ഇല്ലായിരുന്നു, അവിടത്തേക്ക് എന്ത് ചെയ്യുകയാണ്, ആഡ് ചെയ്യപ്പെടുകയാണ്. ചിലപ്പോൾ ഈ പോപ്പുലേഷനിൽ ഇത് ഒരെണ്ണമേ ഉണ്ടായിരുന്നു എന്ന് കരുതിക്കേ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ജീൻ ഇവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ രണ്ട് രീതിയിലും സംഭവിക്കാം. ന്യൂ ജീൻസ് ഓർ അലീൽസ് ആഡഡ് ടു ദ ന്യൂ പോപ്പുലേഷൻ ആൻഡ് ദീസ് ആർ ലോസ്റ്റ് ഫ്രം ദ ഓൾഡ് പോപ്പുലേഷൻ. There would be a gene flow if this gene migration happens multiple times. അപ്പോൾ ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഐലൻഡിൽ നിന്നും മറ്റൊരു ഐലൻഡിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ നേരത്തെ ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് കാരണമായിട്ടുള്ള ജീൻ എന്ന് പറയുന്നത് ഇത് റിസസീവ് ജീനായിരുന്നു. അപ്പോൾ ഈ പോപ്പുലേഷനിൽ ഡോമിനൻ്റ് ജീൻ ഇല്ലായിരുന്നു, ഇത് ഡോമിനൻ്റ് ജീനായിരുന്നു. ഡോമിനൻ്റ് ജീൻ ഈ പോപ്പുലേഷനിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും ഈ ഡോമിനൻ്റ് ജീൻ എന്ത് ചെയ്യാണ്, ഒരു ഇൻഡിവിജ്വൽ പോയി, വീണ്ടും അടുത്ത ഇൻഡിവിജ്വൽ പോയി, അടുത്ത ഇൻഡിവിജ്വൽ പോയി, അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസിൽ ആ ഒരു മൈഗ്രേഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് ജീൻ ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There would be a gene flow if this gene migration happens multiple times. ഇനി അടുത്ത ഫാക്ടർ നോക്കാം, ദാറ്റ് ഈസ് ജനറ്റിക് ഡ്രിഫ്റ്റ്. എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ്? The random changes in the allele frequency occurring by chance in a small population are called genetic drift. എന്താണ് the random changes in the allele frequency occurring by chance? ഈ പിക്ചറിൽ നോക്കൂ. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോപ്പുലേഷനിൽ ഗ്രീൻ കളറിലുള്ള ബീറ്റിലും ഉണ്ട്, ബ്രൗൺ കളറിലുള്ള ബീറ്റിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബീറ്റിലിനെ തിന്നുന്ന ഒരു പ്രിഡേറ്റർ, ഒരു ബേർഡ് ഉണ്ടെന്ന് വിചാരിക്കൂ. ആ ബേർഡ് ആരെ മാത്രമേ കഴിക്കുന്നുള്ളൂ? ഗ്രീൻ ബീറ്റിലിനെ മാത്രമേ അത് കഴിക്കത്തുള്ളൂ, ബ്രൗൺ ബീറ്റിലിനെ കഴിക്കില്ല. ഇപ്പോൾ എന്താ സംഭവിക്കുക? കാലക്രമേണ ഇതിൽ ഗ്രീൻ ബീറ്റിലിൻ്റെ എണ്ണം ഈ പോപ്പുലേഷനിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ബൈ ചാൻസ്, യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇൻ എ സ്മാൾ പോപ്പുലേഷൻ ആർ കാൾഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അപ്പോൾ അതിനെയാണ് എന്ത് പേരിൽ വിളിക്കുക? ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുക. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഈ പിക്ചറിൽ കാണാം. ഇവിടെ കുറേ ഫ്രോഗിൻ്റെ പോപ്പുലേഷനുണ്ട്. ഈ ഒരു ഫ്രോഗിൻ്റെ പോപ്പുലേഷനിൽ ഈ കളറിൽ കാണുന്ന ഫ്രോഗുകൾ യാദൃച്ഛികമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കൊണ്ടോ അതുപോലെ ഇതുപോലത്തെ ഒരു പ്രിഡേഷൻ കൊണ്ടോ അപ്രത്യക്ഷമാകുന്നു എന്ന് വിചാരിച്ചേ. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് ഗ്രീൻ കളറിലുള്ള ഫ്രോഗ് മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? മറ്റ് ജീനുകളെല്ലാം ആ പോപ്പുലേഷനിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന ജീൻ ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റത്തിനെയാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതും ഒരു എവല്യൂഷനാണ്. ഒരു പോപ്പുലേഷനിൽ കുറേ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ജീനുകൾ അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസവും എവല്യൂഷന് കാരണമായിട്ട് മാറുന്നു. The random changes in the allele frequency occurring by chance in small populations are called genetic drift. Sometimes the change in allele frequency is so different in the same sample of population that they become a different species. Sometimes the change in allele frequency is so different in the new sample of population that they become a different species. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലും യെല്ലോ കളറിലുള്ള ഒരു ബീറ്റിൽ പോപ്പുലേഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ബീറ്റിൽ
ഒരു ഐലൻഡിലേക്ക് റെഡ് കളറിലുള്ള കുറേ ബീറ്റിൽസ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ആ ഐലൻഡിൽ ബീറ്റിൽസ് ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആ ഐലൻഡിൽ പോപ്പുലേഷനിൽ എത്തുന്ന ബീറ്റിൽസ് എന്ന് പറയുന്നത് റെഡ് ബീറ്റിൽസാണ്. ആ റെഡ് ബീറ്റിൽസ് അവിടുത്തെ ഫൗണ്ടേഴ്സാണ്. നേരത്തെ ബീറ്റിൽ പോപ്പുലേഷൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു ബീറ്റിൽ കുറേ അവിടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ അവർ പുതുതായിട്ടൊരു പോപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഫൗണ്ടേഴ്സിൻ്റെ ജീൻ ഫ്രീക്വൻസി ഇത് നേരത്തെ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ്റെ ജീൻ ഫ്രീക്വൻസി നോക്കിയാൽ അതിൽ വേരിയേഷനാണ്. കാരണം ഇതിൽ റെഡിൻ്റെ ജീനുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെഡ് ഡോമിനൻ്റ് ആണെങ്കിൽ ഡോമിനൻ്റ് ജീൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിലോ റിസസീവ് ജീനും ഉണ്ട്. ഇപ്പോൾ റിസസീവ് ജീൻ ഈ പോപ്പുലേഷനിലില്ല. നോക്കൂ, സംടൈംസ് ദ ചേഞ്ച് ഇൻ അലീൽ ഫ്രീക്വൻസി ഈസ് സോ ഡിഫറൻറ്റ് ഇൻ ദ ന്യൂ സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ദേ ബിക്കം എ ഡിഫറൻറ്റ് സ്പീഷീസ്. അപ്പം അവിടെ ഇതവർ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് അവരിവിടെ അതിൻ്റെ ലൈഫ് ആരംഭിക്കുകയാണ്. ദ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ ബിക്കംസ് ഫൗണ്ടേഴ്സ്. ഇപ്പോൾ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ ആരായിട്ട് മാറുന്നു? ഫൗണ്ടേഴ്സ് ആയിട്ട് മാറുന്നു. ആൻഡ് ദ എഫക്റ്റ് ഈസ് കാൾഡ് ഫൗണ്ടർ എഫക്റ്റ്. അപ്പം അതിനെയാണ് ഫൗണ്ടർ എഫക്റ്റ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത പ്രതിഭാസമാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷനെ കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മ്യൂട്ടേഷൻ എങ്ങനെ എവല്യൂഷന് കാരണമാകുന്നു എന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷൻസ് വെൻ സെലക്റ്റഡ് വിൽ റിസൾട്ട് ഇൻ ഒബ്സർവേഷൻ ഓഫ് ന്യൂ ഫീനോടൈപ്സ്. ഇപ്പം മ്യൂട്ടേഷൻസ് ഗുണകരമായ മ്യൂട്ടേഷൻസ് ആകാം, ദോഷമുണ്ടാക്കുന്ന മ്യൂട്ടേഷൻസ് ആകാം. അതിൽ ഗുണകരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ന്യൂ ഫീനോടൈപ്സ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ബാക്ടീരിയയെ സംബന്ധിച്ച്. ബാക്ടീരിയയെ സംബന്ധിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷനിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കപ്പാസിറ്റി നേടുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബാക്ടീരിയൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ആ ബാക്ടീരിയൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നതിൽ ഒരു 2 ബാക്ടീരിയയാണ് മ്യൂട്ടൻ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നത്. മ്യൂട്ടൻ്റ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ജീൻ ഉണ്ടായിരുന്നു? ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റ് ചെയ്യുന്ന ജീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോപ്പുലേഷനിലേക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക്സിനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ റെഡ് കളറിലുള്ള മ്യൂട്ടൻ്റ് ജീൻ മാത്രം അവിടെ അവശേഷിക്കും. ബാക്കിയെല്ലാം നശിച്ചു പോകും. ആൻറ്റിബയോട്ടിക്സ് അതിനെല്ലാം കൊന്നുകളയും. ആര് മാത്രം അവശേഷിക്കും? റെഡ് കളറിലുള്ളത് മാത്രം അവശേഷിക്കും. അപ്പോൾ ആ പോപ്പുലേഷൻ പിന്നെ എന്ത് ചെയ്തിരിക്കും? നമ്പർ കൂടി വരും. അപ്പോൾ ഈ രീതിയിൽ മ്യൂട്ടേഷൻ അഡ്വാൻറ്റേജസ് ആണെങ്കിൽ ആ മ്യൂട്ടേഷൻ നാച്ചുറൽ സെലക്ട് ചെയ്യുമെന്നുള്ളതാണ്. അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷൻസ് വെൻ സെലക്റ്റഡ് വിൽ റിസൾട്ട് ഇൻ ഒബ്സർവേഷൻ ഓഫ് ന്യൂ ഫീനോടൈപ്സ്. ഓവർ ഫ്യൂ ജനറേഷൻ ദിസ് വുഡ് റിസൾട്ട് ഇൻ സ്പീസിയേഷൻ. അപ്പോൾ കുറേ ജനറേഷൻസ് കഴിയുമ്പോൾ അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. അപ്പോൾ അതൊരു എവല്യൂഷണറി ചേഞ്ച് ആയിട്ട് മാറും. പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുകയാണ്. ഇനി അടുത്ത ക്യാരക്ടറാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എവല്യൂഷന് കാരണമാകുന്ന അടുത്ത ഒരു എവല്യൂഷണറി ഫോഴ്സാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. അപ്പോൾ ഈ പ്രതിഭാസവും നമുക്ക് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോമുകൾ തങ്ങളിൽ അവയുടെ ക്രൊമാറ്റിഡ്സുകൾ പരസ്പരം കൈമാറാറുണ്ട്. ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുന്നത്. ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അവയുടെ ക്രൊമാറ്റിഡ്സുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതെന്തിന് കാരണമാകും? പുതിയ ജീൻ കോമ്പിനേഷൻസ് ഉണ്ടാകാൻ കാരണമാകും. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം 2 ഹോമലോഗസ് ക്രോമസോംസ് ആണ്. ഒന്ന് മെറ്റേണൽ ക്രോമസോമും മറ്റൊന്ന് പെറ്റേണൽ ക്രോമസോമും. അപ്പോൾ ഈ ക്രോമസോമുകൾ ജോഡി ചേരും. അതിനെയാണ് നമ്മൾ ക്രോസ് ഓവർ എന്ന് വിളിക്കുന്നത്. ആ ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴത്തേക്കും ഈ ക്രോമസോമിൽ നിന്നും ജീനുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നേരത്തെ ഈ ക്രോമസോമിൽ ഡോമിനൻ്റ് ജീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. നോക്കൂ, ഇവിടെ ABC എന്ന് പറയുന്ന ഡോമിനൻ്റ് ജീൻ, C എന്ന് പറയുന്ന ഡോമിനൻ്റ് ജീൻ അവിടെ നിന്ന് പോയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടപ്പോഴത്തേക്കും അവിടെ C എന്ന് പറയുന്ന റിസസീവ് ജീൻ അവിടെ കിട്ടി.
അതുപോലെ ഇപ്പുറത്ത് നേരത്തെ റിസസീവ് ജീൻ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഡോമിനൻ്റ് ജീൻ എത്തി. അപ്പോൾ ഈ രീതിയിൽ നടക്കുന്ന ജനറ്റിക് റീകോമ്പിനേഷൻ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കും. It is the reshuffling of gene combinations during crossing over resulting in genetic variation. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാകുന്ന ജനറ്റിക് വേരിയേഷൻസ് എന്തിന് കാരണമായിട്ട് മാറും? എവല്യൂഷന് കാരണമായിട്ട് മാറും. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എവല്യൂഷണറി ഫോഴ്സ് ആണ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, നാച്ചുർ അതിൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കുവാൻ അനുകൂലമായ സ്വഭാവ സവിശേഷതകളുള്ള ജീവികളെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഫേവറബിൾ വേരിയേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ജീവികൾ സർവൈവ് ചെയ്യും, അവ കൂടുതൽ കൂടുതൽ പ്രോജനിയെ പ്രൊഡ്യൂസ് ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഹെറിറ്റബിൾ വേരിയേഷൻസ് എനേബിളിംഗ് ബെറ്റർ സർവൈവൽ are enabled to reproduce and leave greater number of progeny. അപ്പോൾ ധാരാളം ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകും. വേരിയേഷൻസ് ഡ്യൂ ടു മ്യൂട്ടേഷൻസ് വഴി വേരിയേഷൻസ് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഡ്യൂ ടു റീകോമ്പിനേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ആ രീതിയിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ജീൻ ഫ്ലോ കാരണം വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഒരു പോപ്പുലേഷനിൽ നിന്നും മറ്റൊരു പോപ്പുലേഷനിലേക്ക് ജീനുകൾ മൂവ് ചെയ്യുന്ന മൈഗ്രേഷൻ വഴി വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ജനറ്റിക് ഡ്രിഫ്റ്റ് വഴി വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. യാദൃച്ഛികമായിട്ട് കുറേ ഇൻഡിവിജ്വൽസ് ഒരു പോപ്പുലേഷനിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് വന്നു ചേരുന്നതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നാച്ചുർ അതിന് അനുകൂലമായിട്ടുള്ള വേരിയേഷൻസ് ആണെങ്കിൽ അതിനെല്ലാം നാച്ചുർ സെലക്ട് ചെയ്യുമെന്നുള്ളതാണ്. വേരിയേഷൻസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓർ വേരിയേഷൻ ഡ്യൂ ടു റീകോമ്പിനേഷൻ ഡ്യൂറിങ് ഗമീറ്റോജെനിസിസ് ഓർ ഡ്യൂ ടു ജീൻ ഫ്ലോ ഓർ ജനറ്റിക് ഡ്രിഫ്റ്റ് റിസൾട്ട്സ് ഇൻ ചേഞ്ച്ഡ് ഫ്രീക്വൻസി ഓഫ് ജീൻസ്. ജീൻ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാകുന്നു ഈ ഫോഴ്സസ്. ആൻഡ് അലിൽസിലും ജീൻസിനും ചേഞ്ചസ് ഉണ്ടാക്കുന്നു. ഇൻ ഫ്യൂച്ചർ ജനറേഷൻ, കമ്മിങ് ജനറേഷന് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. നാച്ചുറൽ സെലക്ഷൻ മേക്സ് ഇറ്റ് ലുക്ക് ലൈക്ക് ഡിഫറൻറ്റ് പോപ്പുലേഷൻ. ഇപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഈ വേരിയേഷൻസിനെ സെലക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു പോപ്പുലേഷനെ രൂപം കൊടുക്കുന്നു. ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നാച്ചുറൽ സെലക്ഷൻ ഫോഴ്സ് 3 രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. നാച്ചുറൽ സെലക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ് ഒരു എൻവയോൺമെൻറ്റിൽ ആക്ട് ചെയ്യുന്നത്? അത് 3 രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ കൊണ്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊരു പോപ്പുലേഷൻ, ഒരു റാറ്റിൻ്റെ പോപ്പുലേഷൻ. ആ റാറ്റിൻ്റെ പോപ്പുലേഷനിൽ അതിൻ്റെ ഫറിൻ്റെ കളർ, അതിൻ്റെ രോമത്തിൻ്റെ കളറിൻ്റെ വേരിയേഷൻസാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നല്ല ഡാർക്കസ്റ്റ് കളറിലുള്ള ഫറുള്ള റാറ്റുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നും കുറേ ലൈറ്റായിട്ടുള്ള കളറ്, ലൈറ്റസ്റ്റ് കളറായിട്ടുള്ള ഫറുള്ള റാറ്റുമുണ്ട്. അപ്പോൾ ഇതിൽ നാച്ചുർ സെലക്ട് ചെയ്യുന്ന, സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യുന്നത് ഒരു മീഡിയം ക്യാരക്ടറുള്ള ഇൻഡിവിജ്വലിനെയാണെന്ന് നമ്മൾ വിചാരിക്കുക. അതായത് ഈ കളറിൽ കാണുന്ന റാറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ. അപ്പോൾ ഈ കളറിൽ കാണുന്ന റാറ്റുകളുടെ എണ്ണം ആ പോപ്പുലേഷനിൽ എണ്ണം വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവയുടെ എണ്ണമായിരിക്കും ഗ്രാജ്വലി കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ ജീൻ ഫ്രീക്വൻസിയുടെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ജീൻ ഫ്രീക്വൻസി കാണുന്നത് ഈ കളറിലുള്ളതായിരിക്കും. അതാണ് പീക്സ് ഗെറ്റ് ഹയർ. ഇവിടുത്തെ പീക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ എണ്ണം കുറവായിരിക്കും, വളരെ കുറച്ചെണ്ണമായിരിക്കും ഇവിടെ കാണുന്നത്. കാരണം ഈ ഇൻഡിവിജ്വലിനെയാണ് എന്ത് ചെയ്യുന്നത്? നാച്ചുർ അപ്പോഴും സെലക്ട് ചെയ്യുന്നത്. അത് ഒരു രീതിയിൽ
ഒരു എൻവയോൺമെൻറ്റൽ ആക്ഷൻ വഴി നടക്കുകയാണെങ്കിൽ നാച്ചുറൽ അതിനെ ഫേവർ ചെയ്യുന്നു. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ എപ്പോഴും ആ ടൈമിൽ എന്താണോ ആ ഒരു എവല്യൂഷണറി ഫോഴ്സ് കൊണ്ട് ആ ജീവിക്ക് നിലനിൽപ്പിന് സാധ്യമാകുന്നത് ആ ഇൻഡിവിജ്വലിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഒരു മീഡിയം ക്യാരക്ടറുള്ള ഇൻഡിവിജ്വലിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, നമ്മളതിനെ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് വിളിക്കും. കാരണം ഈ ക്യാരക്ടർ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ. ഇനി ആ പോപ്പുലേഷൻ്റെ എൻവയോൺമെൻറ്റിനൊരു മാറ്റം ഉണ്ടായി. മാറ്റം ഉണ്ടായിട്ട് അവിടെ ടെമ്പറേച്ചറോ അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫാക്ടറിൻ്റെ എഫക്റ്റ് കൊണ്ട് അവിടെ കൂടുതലും അഡാപ്റ്റഡ് ആകുന്നത് ഈ ഡാർക്ക് കളർ ഫറുള്ള റാറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പീക്ക് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഗ്രാഫിൻ്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കുമ്പോൾ, ജീൻ ഫ്രീക്വൻസി നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിട്ട് വരും. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്നു. ഡോമിനൻ്റ് ഉണ്ടായിരുന്നു, റിസസീവ് ഉണ്ടായിരുന്നു, ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്യാരക്ടറിനെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിസസീവ് ആണെന്ന് വിചാരിച്ചാൽ ഇതിനെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ബാക്കി ഈ പറഞ്ഞ 2 ഫ്രീക്വൻസിയും കുറവായിരിക്കും, 2 ക്യാരക്ടറിൻ്റെ എണ്ണവും കുറവായിരിക്കും. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ ദ മീൻ ക്യാരക്ടർ വാല്യൂ. കൂടുതൽ ഇൻഡിവിജ്വൽസ്, മീൻ ക്യാരക്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ജീൻ ഫ്രീക്വൻസിയാണ്, ഈ ക്യാരക്ടറിൻ്റെ ജീൻ ഫ്രീക്വൻസിയാണ് മീൻ ക്യാരക്ടർ വാല്യൂ. ഇത് 2 എക്സ്ട്രീം എൻഡാണ്. ഒന്ന് ഹോമോസൈഗസ് റിസസീവ് ആയിരിക്കാം, ഒന്ന് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിരിക്കാം. അപ്പം എന്തായാലും അത് രണ്ടിനെയും ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല. ഹെട്രോസൈഗസ് ഡോമിനൻ്റിനെ ആയിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടേയിരുന്നത്. പിന്നെ പോപ്പുലേഷന് മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഹോമോസൈഗസ് ഡോമിനൻറ്റിനെ സെലക്ട് ചെയ്യാൻ ആരംഭിച്ചു എന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും കൂടുതൽ, മറ്റുള്ളതിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇനി വീണ്ടും നോക്കൂ, ഇവിടെ 3 ടൈപ്പ് ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹോമോസൈഗസ് ഡോമിനൻ്റും ഉണ്ടായിരുന്നു, ഹോമോസൈഗസ് റിസസീവും ഉണ്ടായിരുന്നു. ഇത് രണ്ടിനെയുമാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ച്. നാച്ചുറൽ സെലക്ട് ചെയ്യുന്നത് രണ്ടിനെയും സെലക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ഹെട്രോസൈഗസ് ഡോമിനൻറ്റിനെ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല. ഈ 2 ക്യാരക്ടറാണ് നാച്ചുറൽ അപ്പോൾ അഡാപ്റ്റഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ജീൻ ഫ്രീക്വൻസി വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഈ രീതിയിൽ പോകും. മീൻ വാല്യൂ ഉള്ളതും 2 എക്സ്ട്രീം എൻഡിലേക്കുമുള്ളത് ഈ രീതിയിലേക്ക് ഗ്രാഫ് മാറും. ഗ്രാഫ് മാറുമ്പോൾ ഒന്നിലധികം പീക്സ് ഗ്രാഫിൽ കാണാൻ സാധിക്കും. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് എൻഡ്സ്. 2 എൻഡ്സിലും കൂടുതൽ ഇൻഡിവിജ്വൽസ് ഈ മീൻ ക്യാരക്ടർ വാല്യൂവിൻ്റെക്കല്ല പെരിഫറൽ ക്യാരക്ടർ വാല്യൂവിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ ഗ്രാഫ് ഒന്നിലധികം പീക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഒന്നുകൂടെ നോക്കൂ. നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ലീഡ് ടു സ്റ്റെബിലൈസേഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്തിന് കാരണമാകുന്നു? സ്റ്റെബിലൈസേഷന് കാരണമാകുന്നു, ഡയറക്ഷണൽ ചേഞ്ചിന് കാരണമാകുന്നു, ഡിസ്റപ്ഷൻ ചേഞ്ചിന് കാരണമാകുന്നു. എന്താണ് സ്റ്റെബിലൈസേഷൻ? ഇൻ വിച്ച് മോർ ഇൻഡിവിജ്വൽസ് അക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ. ഈ ഗ്രാഫിൽ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഗ്രാഫ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഇൻഡിവിജ്വൽസിൻ്റെ സൈസ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫീനോടൈപ്പ്. മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ ഫേവേർഡ്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽ ആണ്, ഇത് സ്മാൾ ഇൻഡിവിജ്വൽ ആണ്, ഇത് ലാർജ് ഇൻഡിവിജ്വൽ ആണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്പറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാച്ചുറൽ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ സെലക്ട് ചെയ്യപ്പെടുന്നത് എപ്പോഴും മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽസിനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പീക്സ് ഗെറ്റ് ഹയർ ആൻഡ് നാരോവർ. അപ്പോൾ അതിൻ്റെ എണ്ണമാണ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്കതിൻ്റെ ഒരു ഗ്രാഫ് കിട്ടുക. അപ്പോൾ ആ രീതിയിലുള്ള സെലക്ഷൻ ആണെങ്കിൽ ഏത് പേരിൽ അറിയപ്പെടും? സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്നറിയപ്പെടും. ഇനി ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് എൻവയോൺമെൻറ്റ് മാറുന്നു, മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വലിനെ ഫേവർ ചെയ്തുകൊണ്ടിരുന്ന എൻവയോൺമെൻറ്റ് ലാർജ് ഇൻഡിവിജ്വലിനെ ഫേവർ ചെയ്യാൻ ആരംഭിക്കുന്നു.
ലാർജ് സൈസ്ഡ് ഇൻഡിവിജ്വലിനെ ഫേവർ ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടുള്ള എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. കൂടുമ്പോൾ പീക്ക് ഷിഫ്റ്റ് ഇൻ വൺ ഡയറക്ഷൻ, പീക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേകത ഇങ്ങോട്ട് വരാം, അതുപോലെ തിരിച്ചും വരാം. ഇപ്പോൾ ലാർജ് സൈസ്ഡ് ഇൻഡിവിജ്വലിനെ ഫേവർ ചെയ്യുന്നുവെങ്കിൽ ഇങ്ങോട്ട് പീക്ക് ഷിഫ്റ്റ് ചെയ്യാം, സ്മാൾ സൈസ്ഡ് ഇൻഡിവിജ്വലിനെ ഫേവർ ചെയ്യുന്നെങ്കിൽ പീക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. രണ്ട് രീതിയിലും ഷിഫ്റ്റ് ചെയ്യാം. ആ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പേരിൽ വിളിക്കാം? ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് വിളിക്കാം. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ ദ മിയർ ക്യാരക്ടർ വാല്യൂ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ടൈപ്പ് ഇൻഡിവിജ്വൽസിനെ ഫേവർ ചെയ്യുന്നു. ലാർജ് സൈസിനെ ഫേവർ ചെയ്യുന്നു, സ്മാൾ സൈസിനെ ഫേവർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ രണ്ട് പീക്ക് കിട്ടും നമുക്ക് എണ്ണം. മീഡിയം സൈസിൻ്റെ എണ്ണം കുറവായിരിക്കും. രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും രണ്ട് ക്യാരക്ടറിനെയും ആ എൻവയോൺമെൻറ്റ് ഫേവർ ചെയ്യുന്ന രീതിയിലേക്ക് നാച്ചുറൽ സെലക്ഷൻ മാറുകയാണെങ്കിൽ അതിനെ ഏത് പേരിൽ വിളിക്കാം? ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് വിളിക്കാം. മോർ ഇൻഡിവിജ്വൽസ് അക്വയർ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ രണ്ട് എൻഡിലുമുള്ള ഇൻഡിവിജ്വൽസ് പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അക്വയർ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നാച്ചുറൽ സെലക്ഷൻ മൂന്ന് രീതിയിൽ ഒരു പോപ്പുലേഷനിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഒന്നുകിൽ അത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ, നോർമൽ പോപ്പുലേഷനിലാണെങ്കിൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആയിരിക്കും. ഇനി ആ എൻവയോൺമെൻറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിലുള്ള പോപ്പുലേഷനെ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ അത് ഡയറക്ഷണൽ ചേഞ്ച് ആയിട്ട് വരാം. ഇനി രണ്ട് എക്സ്ട്രീം എൻഡിലുമുള്ള ക്യാരക്ടേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്, മീഡിയം സൈസ്ഡ് ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നെങ്കിൽ അതിന് ഡിസ്റപ്റ്റീവ് സെലക്ഷനായിട്ട് വരാം. For video lessons, please subscribe TLP's biology classes. Thank you. ഇനി നമുക്ക് മനുഷ്യൻ്റെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. സീക്വൻസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ ഫോസിലുകളും ഡെവലപ്മെൻറ്റിൻ്റെ ഫോസിൽസുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോസിൽസുകളുടെ ഒരു ഡിസെൻഡിങ് ഓർഡർ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം, പേരുകൾ പരിചയപ്പെടാം. ഡ്രയോപിത്തേക്കസ്, ഡ്രയോപിത്തേക്കസിൽ നിന്നും അടുത്തുണ്ടായത് രാമാപിത്തേക്കസ്, രാമാപിത്തേക്കസിൽ നിന്നും ആസ്ട്രലോപിത്തേക്കസ്, ആസ്ട്രലോപിത്തേക്കസിൽ നിന്നും ഹോമോ ഹാബിലിസ്, ഹോമോ ഹാബിലിസിൽ നിന്നും ഹോമോ ഇറക്റ്റസ്, ഹോമോ ഇറക്റ്റസിൽ നിന്നും നിയാണ്ടർത്താൽ മാൻ, നിയാണ്ടർത്താൽ മാനിൽ നിന്നും ഫൈനൽ ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഈ ഫോസിൽ എവിഡൻസുകളാണ് മനുഷ്യരുടെ റെവല്യൂഷനെ കുറിച്ചുള്ളത്. ആ ഫോസിലുകളുടെ പേരുകൾ ഒന്ന് നോക്കാം. ഡ്രയോപിത്തേക്കസ്, രാമാപിത്തേക്കസ്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, നിയാണ്ടർത്താൽ മാൻ, ഹോമോ സാപ്പിയൻസ്. ഇനി ഇവയുടെ ഓരോന്നിൻ്റെ ആയിട്ട് സവിശേഷതകൾ പരിശോധിക്കാം. ആദ്യം ഡ്രയോപിത്തേക്കസ് ആൻഡ് രാമാപിത്തേക്കസ്. About 15 million years ago, primates called Dryopithecus and Ramapithecus were existing. 15 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രൈമേറ്റുകൾ വിഭാഗത്തിൽ വരുന്ന ഡ്രയോപിത്തേക്കസും രാമാപിത്തേക്കസും ഇവോൾവ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നത്. They walked like gorillas and chimpanzees. They were hairy. അപ്പോൾ ഇവയുടെ ശരീരം മൊത്തം രോമാവൃതമായിരുന്നു. അവ ഗൊറില്ലകളെ പോലെയും ചിമ്പാൻസികളെ പോലെയും നടന്നിരുന്നവയാണ്. രാമാപിത്തേക്കസ് വാസ് മോർ മാൻ ലൈക്ക്. അപ്പോൾ ഇതിൽ കൂടുതൽ മനുഷ്യനുമായിട്ട് രൂപസാദൃശ്യം ഉണ്ടായിരുന്നത് രാമാപിത്തേക്കസിനായിരുന്നു. രാമാപിത്തേക്കസിനാണ് മനുഷ്യരുമായിട്ട് കൂടുതൽ സാമ്യത ഉണ്ടായിരുന്നത്. വൈൽ ഡ്രയോപിത്തേക്കസ് വാസ് മോർ ഏപ്പ് ലൈക്ക്. എന്നാൽ ഡ്രയോപിത്തേക്കസ് കൂടുതലും ആൾക്കുരങ്ങുകളുമായിട്ടായിരുന്നു സാമ്യത. ഇത് കൂടുതലും ചിമ്പാൻസികളുമായിട്ടായിരുന്നു സാമ്യത ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോസിൽ എവിഡൻസ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, എ കമ്പാരിസൺ ഓഫ് ദ സ്കൾ ഓഫ് അഡൽട്ട് മോഡേൺ ഹ്യൂമൻ ബീയിങ്, അഡൽട്ട് മോഡേൺ ഹ്യൂമൻ ബീയിങ്ങും ഒരു ബേബി ചിമ്പാൻസിയും അഡൽട്ട് ചിമ്പാൻസിയും, ഇവരുടെ 3 പേരുടെയും സ്കൾ, തലയോട്ടി, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഇതിൻ്റെ അഡൽട്ട് മാനിൻ്റെ സ്കള്
ആരുമായിട്ടാണ് സാമ്യത കൂടുതൽ കാണിക്കുന്നത്? ബേബി ചിമ്പാൻസിയുമായിട്ടാണോ അതോ അഡൽട്ട് ചിമ്പാൻസിയുമായിട്ടാണോ? ഇതിൽ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ അഡൽട്ടിൻ്റെ സ്കള്ള്, മോഡേൺ മനുഷ്യൻ്റെ സ്കള്ള് കൂടുതലും സാമ്യത കാണിക്കുന്നത് ബേബി ചിമ്പാൻസിയുമായിട്ടാണ്, അഡൽട്ട് ചിമ്പാൻസിയുമായിട്ടല്ല. ഇപ്പോൾ എവല്യൂഷൻ ഹിസ്റ്ററിയിൽ നമ്മൾ എംബ്രിയോളജിക്ക് എവിഡൻസിൽ പഠിച്ചതാണ് അല്ലേ, മുൻകാലഘട്ടങ്ങളിൽ ജീവികളുടെ രൂപവും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും ഒക്കെ എംബ്രിയോ സ്റ്റേജിൽ കാണാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ഇവോൾവ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിട്ടുള്ളത് ചിമ്പാൻസിയിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ സ്കൾ ഓഫ് ബേബി ചിമ്പാൻസി ഈസ് മോർ ലൈക്ക് അഡൽട്ട് ഹ്യൂമൻ സ്കൾ. അഡൽട്ട് ഹ്യൂമൻ സ്കളുമായിട്ട് സാമ്യത കാണിക്കുന്നത് ആരാണ്? ബേബി ചിമ്പാൻസിയുടെ സ്കളാണ് കാണിക്കുന്നത് ദാൻ അഡൽട്ട് ചിമ്പാൻസി സ്കൾ. New fossils of man-like bones have been discovered in Ethiopia and Tanzania. ഇപ്പോൾ മനുഷ്യരെ പോലെയുള്ള ഫോസിലുകൾ എത്തിയോപ്യയിലും ടാൻസാനിയയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിവീൽ ചെയ്യുന്നത് ഹോമിനിഡ് ഫീച്ചേഴ്സ് ലീഡിംഗ് ടു ദ ബിലീഫ് ദാറ്റ് അബൌട്ട് 3 to 4 million years ago man-like primates walked in Eastern Africa. 3 മുതൽ 4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് വാക്ഡ് ഇൻ ഈസ്റ്റേൺ ആഫ്രിക്ക. മനുഷ്യരെ പോലെയുള്ള പ്രൈമേറ്റുകൾ, ആൾക്കുരങ്ങുകൾ ഈസ്റ്റേൺ ആഫ്രിക്കയിൽ കൂടെ സഞ്ചരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദേ വെയർ പ്രോബബ്ലി നോട്ട് ടാളർ ദാൻ 4 feet. 4 അടിയിൽ കൂടുതലൊന്നും അവയ്ക്ക് പൊക്കമില്ലായിരുന്നു. ബട്ട് വാക്ഡ് അപ്രൈറ്റ്, പക്ഷെ നിവർന്ന് നടക്കാൻ കപ്പാസിറ്റി ഉള്ളവയാണെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് അടുത്ത ഫോസിൽ നോക്കാം. Australopithecus lived before 2 million years ago in East African grasslands. എവിടെയാണ് രൂപം കൊണ്ടത്? ഈസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു രൂപം കൊണ്ടത്. ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സിലാണ് ഇവ രൂപം കൊണ്ടത് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. They ate fruits and hunted with stone weapons. ഇവ പഴങ്ങൾ കഴിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെ അവ മറ്റു ജീവികളെ ആക്രമിക്കുവാനും മറ്റുമായിട്ട് സ്റ്റോൺ വെപ്പൺസ്, കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ അവ ഉപയോഗിച്ചിരുന്നതായിട്ടും മനസ്സിലാക്കുന്നു. ഇനി അടുത്ത ഫോസിലാണ് ഹോമോ ഇറക്ടസ്. ഫോസിൽസ് ഡിസ്കവേർഡ് ഇൻ ജാവ ഇൻ 1891. 1891 ജർമ്മനിയിലെ ജാവ എന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ ഫോസിൽ എവിഡൻസ് ആണ് ഹോമോ ഇറക്ടസിൻ്റേത്. ഏജ് അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1.5 മില്യൺ ഇയേഴ്സ് അഗോ. അവരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി 900 cc ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ഹോമോ ഇറക്ടസ് പ്രോബബ്ലി ഏറ്റ് മീറ്റ്. ഇവ മാംസം ഭക്ഷിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അടുത്ത ഫോസിലാണ് നിയാൻഡർത്താൽ മാൻ. ബ്രെയിൻ സൈസ് ഓഫ് 1400 cc. ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലാണ്. 1400 cc ആയിരുന്നു ഇവയുടെ ബ്രെയിൻ കപ്പാസിറ്റി. ലീവ്ഡ് നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഏഷ്യയുടെ കിഴക്കൻ ഭാഗത്തും മധ്യഭാഗത്തുമാണ് ഇവ ജീവിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നത്. ഏകദേശം 1,40,000 വർഷങ്ങൾക്കും മുമ്പ്, 40,000 മുതൽ 1,00,000 വർഷം വരെയുള്ള സമയത്ത് ഇവ ജീവിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നു. They used hides to protect their body. ഇവ ഗുഹകളിലും മറ്റുമൊക്കെ താമസിച്ചിരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബറീഡ് ദെയർ ഡെഡ്, മരിക്കുന്ന ആൾക്കാരെയൊക്കെ സംസ്കരിച്ചിരുന്ന ഒരു സംസ്കാരം ഇവർക്കുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അടുത്തതാണ് മോഡേൺ മാൻ, ദറ്റ് ഈസ് ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് ഉദയം ചെയ്തത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ രൂപം കൊള്ളുകയും എന്നിട്ട് മറ്റു കോണ്ടിനെൻസുകളിലേക്ക് മൂവ് ചെയ്ത് പല റൈസസ് ആയിട്ട് മാറി. യൂറോപ്യൻ കൺട്രീസിലൊക്കെ യൂറോപ്യൻസും ഏഷ്യൻസും ആയിട്ടൊക്കെ പല റൈസസ് ആയിട്ട് ഹോമോസാപ്പിയൻസ് മാറുകയുണ്ടായി. ഡ്യൂറിങ് ഐസ് ഏജ് ബിറ്റ്വീൻ 75,000 to 10,000 years ago മോഡേൺ ഹോമോസാപ്പിയൻസ് എറോസ്. അവിടെ ഉദയം ചെയ്ത ഒരു കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് 75,000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. Prehistoric cave art developed about 18,000 years ago. ഗുഹാ ചിത്രങ്ങൾ, അവയുടെ കാലപ്പഴക്കം
പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 18,000 വർഷങ്ങൾക്ക് മുമ്പ് വരച്ചവയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മനുഷ്യൻ കേവ് ആർട്ട് രൂപം കൊടുത്തിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ ഗുഹകളിൽ താമസിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 18,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നാണ്. കേവ് ആർട്ട് വശമാക്കിയിരുന്നു എന്നാണ്. ഇപ്പോൾ മോഡേൺ മാൻ, ഇന്ന് കാണുന്ന മോഡേൺ മാൻ രൂപം കൊണ്ടിട്ട് 10,000 വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. 10,000 മുതൽ 75,000 വരെയാണ് റേഞ്ച് പറയുന്നത്. അഗ്രികൾച്ചർ കെയിം അറൗണ്ട് 10,000 years ബാക്ക്. ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യർ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് 10,000 വർഷങ്ങളാണ് ആകുന്നത്. ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ടഡ്. ഒരുമിച്ച് ജീവിക്കുവാനും കൃഷി ചെയ്ത് ജീവിക്കുവാനുമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. For video lessons, please subscribe TLP's biology classes.